മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഗൃഹലക്ഷ്മി, ദ ബെസ്റ്റ് ഹോം മേക്കർ. നമ്മുടെ അടുത്ത ഗൃഹലക്ഷ്മിയെ പരിചയപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ സ്വന്തം തിരുവനന്തപുരത്ത് നിന്നാണ് ഈ വ്യക്തി, ലത അനിൽ. ഹലോ ലത ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം സുഖം തന്നെ. സുഖമായിട്ടിരിക്കുന്നു. ഗൃഹലക്ഷ്മിക്ക് മുമ്പ് വരെ സുഖമായിരുന്നു, ഇപ്പൊ ഗൃഹലക്ഷ്മി തുടങ്ങി കഴിഞ്ഞപ്പോ എങ്ങനെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു, വലിയ വ്യത്യാസമൊന്നുമില്ല. ആരൊക്കെ ഉണ്ട് വീട്ടില്? എന്റെ ഹസ്ബൻഡും 2 പിള്ളേരും. 2 പിള്ളേർ. ചേച്ചി ഹൗസ് വൈഫ് അല്ലേ? വർക്കിംഗ് ഒന്നല്ല. ഹൗസ് വൈഫ്. ഓക്കെ, നമുക്കെന്നാ പതുക്കെ ടാസ്കിലേക്ക് കടന്നാലോ? അതിനു മുമ്പ് ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിക്കട്ടെ. വീട്ടിലൊരു അതിഥി വന്ന ചേച്ചി എങ്ങനെയാണ്, ഇപ്പൊ ഒരു ഗസ്റ്റ് വന്നു നോക്കിയാ, ആ ഗസ്റ്റിന് പെട്ടെന്ന് പോണം, ചേച്ചി ആ വ്യക്തിയെ ഹാപ്പി ആക്കാൻ എന്തൊക്കെ ചെയ്യും? വെറുതെ ഒന്ന് പെട്ടെന്ന് ഒരു ആൻസർ പറഞ്ഞേ. എന്തെങ്കിലും സ്നാക്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കും, പിന്നെ എന്തെങ്കിലും ജ്യൂസ് പെട്ടെന്ന് ഉണ്ടാക്കി. ഓക്കെ, എന്നാ അതിനൊക്കെ റെഡി ആയിക്കോളൂ. നമ്മുടെ വീട്ടില് ഒരു ഗസ്റ്റ് വരാൻ പോവാണ്. അതാണ് ചേച്ചിയുടെ ടാസ്ക്. ടാസ്കിന്റെ പേര് വെൽക്കം ഹോം എന്നാണ്. ചേച്ചിനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് ആണ് വരാൻ പോണത്. റെഡിയാണോ? ചേച്ചിക്ക് 10 മിനിറ്റ് സമയമുണ്ട്. ഈ 10 മിനിറ്റ് സമയത്തില് ചേച്ചി ഈ വ്യക്തിനെ ഇൻവൈറ്റ് ചെയ്യണം, തിരിച്ച് വ്യക്തിനെ ഡ്രോപ്പ് ചെയ്യണം. 10 മിനിറ്റ് സമയത്തിൽ ആ വ്യക്തിനെ മാക്സിമം ഹാപ്പി ആക്കണം. ഓക്കെ, ടാസ്ക് പോണതിന് മുമ്പ് ഞാൻ പിന്നെയും ചോദിക്കട്ടെ, ചേച്ചി നല്ലൊരു ഗൃഹലക്ഷ്മിയൊക്കെയാണോ? അതെ, തീർച്ചയായിട്ടും. നല്ല കോൺഫിഡന്റ് ആണ് ആള്? എല്ലാ ടാസ്കും നല്ലോണം ചെയ്യാൻ പറ്റുന്നുള്ളൊരു ധൈര്യമുണ്ട്, പേടിയൊന്നുമില്ല? എങ്ങനെ ഫാമിലി ഒക്കെ ഭയങ്കര സപ്പോർട്ടാണോ? നല്ല സപ്പോർട്ട് ആണ് എല്ലാരും. ഞാൻ കണ്ടു രാവിലെ വന്നപ്പോ എല്ലാരും കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എല്ലാരും നല്ല സപ്പോർട്ടാണ്. ഓക്കെ, നമുക്ക് എന്നാ പതിക്കനെ ടാസ്കിലേക്ക് കിടക്കണോ? ടെൻഷൻ ഉണ്ടോ? ടെൻഷനുണ്ട്. ടൈം ലിമിറ്റ് അറിയാലോ, ടൈമിൽ ഉള്ളിൽ നിൽക്കണം. കാരണം അത് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്സ് പോവും. അതുപോലെ ഈ വ്യക്തി ഹാപ്പി ആയാൽ നിങ്ങളുടെ ജഡ്ജ്മെന്റിൽ ജഡ്ജസും ഹാപ്പി ആവും. അപ്പൊ ഞാൻ എന്താണ് ടാസ്ക്? അപ്പൊ ചേച്ചി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വ്യക്തി വരുമ്പോ വ്യക്തിനെ സ്വീകരിക്കുക. പിന്നെ ഒരു ഗസ്റ്റ് വരുമ്പോ അങ്ങനെ അവരെ മാക്സിമം എന്തൊക്കെ ചെയ്യണോ, ഒരു ഗസ്റ്റ് വരുമ്പോ എന്തൊക്കെ ചെയ്യും അതൊക്കെ ചെയ്യാം. ആ വ്യക്തിനെ മാക്സിമം ഹാപ്പി ആക്കുക. പക്ഷെ 10 മിനിറ്റ്സ് ടൈമിൽ തിരിച്ചു കൊണ്ടാക്കും വേണം. അത്രയും ടൈമുള്ളൂ. കാറിലേക്ക് കാറിൽ നിന്ന് വെൽക്കം ചെയ്യുക, തിരിച്ചു കൊണ്ടാക്കാം. ഞാനിപ്പോ ടൈം സ്റ്റാർട്ട് ചെയ്യും. അല്ല, ഞാൻ എന്താണ് കൊടുക്കേണ്ടതെന്ന് ആലോചിച്ചോട്ടെ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഗസ്റ്റ് ഒന്നും ഇനി നമുക്ക് നോക്കിട്ട് വരില്ല. ഹായ് ഷപ്ന. ഷപ്നേനും വേറെ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല ഷപ്നയ്ക്ക്. ടാസ്ക് ഇടയ്ക്ക് ഓർമ്മ വേണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ടൈം ഓർപ്പിക്കാം കേട്ടോ, ടാസ്ക് ആയതുകൊണ്ട്. ഷപ്ന അവിടെ ഇരുന്നോളൂ. ഈ അല്ല, ഹസ്ബൻഡും ഉണ്ട്, 2 കുട്ടികളും ഉണ്ട്. ഉണ്ട്, പുറത്തുണ്ട്. വിളിച്ചോളൂ, ഇത് ഹസ്ബൻഡ്, ഇത് മൂത്ത മോൻ, ഇളയാളവിടെ. ഇത് ഇങ്ങനെ നേരിട്ട് ഇളയാളവിടെ അച്ഛൻ. ഞാൻ എന്തെങ്കിലും എന്റെ അടുത്തൊന്നും ചോദിക്കരുത്. ഗസ്റ്റ് എന്നാ പിന്നെ ചേച്ചിയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ. തുടങ്ങണതിന് മുമ്പേ ഞാൻ ചോദിച്ചിരുന്നു എന്തൊക്കെയാണ് ഒരു ഗസ്റ്റ് വരുമ്പോ ചെയ്യണം. സ്നാക്സ് കിടക്കും, ജ്യൂസ് കിടക്കും എന്നൊക്കെ പറഞ്ഞ് തട്ടിയിട്ട് ഇപ്പൊ എന്റെ അടുത്ത് ചെയ്യണേത്. അയ്യോ, ചേച്ചി കോമഡിയാണ്. ഇവിടെ ജ്യൂസ് ഒക്കെ ഉണ്ടല്ലോ, പിന്നെന്താണ്? എന്നിട്ടാണ് എന്റെ അടുത്ത് ഇങ്ങനെ പേടിച്ചിട്ട്. ചേച്ചിക്ക് ഇഷ്ടമുള്ളത് മതി. അങ്ങനെയൊന്നുമില്ല. 10 മിനിറ്റ് ചേച്ചിക്ക് എന്തൊക്കെ ചെയ്യാം അതൊക്കെ ചെയ്യാം. ആ വ്യക്തി ഹാപ്പി ആയാൽ മതി. ഷപ്ന ഹാപ്പി ആയാൽ ചേച്ചി രക്ഷപ്പെട്ടു. 2 മിനിറ്റ് ആകണം. 10 മിനിറ്റ് ടൈമിൽ ഞാൻ ഒരേഷം കൂടി ഓർപ്പിക്കാണ്, തിരിച്ചു കൊണ്ടാക്കണം കേട്ടോ വ്യക്തിനെ. എന്താണ് ചേച്ചിയുടെ ചിരിപ്പിക്കണം. തുടങ്ങണതിന് മുമ്പ് ചേച്ചിയുടെ അയ്യോ, എനിക്കൊരു 1 മിനിറ്റ് ആലോചിക്കാൻ തരുമോ എന്തിനാണ് എടുക്കേണ്ടത്? ഞാന് സ്നാക്സ് എന്താണ് ഇതൊക്കെ മതിയാവോ? ഇതൊക്കെ എന്തിട്ടാണ് ചോദിക്കുന്നത്? ഞാനാണ് ടാസ്ക് പെർഫോം ചെയ്യുന്നത്. എനിക്കിതൊക്കെ ധാരാളമാണ്. കാണാ
പ്രാർത്ഥിക്കാനാണോ നോക്കിയിട്ട് അവിടെ സ്നാക്സ് ഇപ്പം 2:45 ഇപ്പം 3 ഇത്ര മതിയാവോ? ദൈവമേ എന്നെ കൊല്ല്. ഷഫ്നിട്ട് വേണ്ടത്തന്നെ അല്ലേ? നമ്മൾ ആക്ച്വലി ഒരുമിച്ച് കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എൻട്രൻസിന്റെ എഴുതാൻ വരാൻ വേണ്ടിയിട്ട് എനിക്കൊന്നും നമ്മുടെ 12th കഴിഞ്ഞപ്പോൾ ട്വൽത്ത് അല്ല BSc കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യമായിട്ട് തോന്നണ്ടേ. അല്ലല്ല നിങ്ങളെടുത്താ എന്നെ നോക്കണ്ട, ഞാനിതിന് നിങ്ങളുടെ ടൈം നോക്കുന്ന വ്യക്തി മാത്രം. കൊള്ളാമോ ജ്യൂസ്? ഫ്ലേവറാണ്. താങ്ക് യു. എങ്ങനെയുണ്ട് പ്രോഗ്രാം? പ്രോഗ്രാം അടിപൊളി കേട്ടോ, വളരെ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ചെറിയ ടെൻഷൻ ഉണ്ടെന്നേ ഉള്ളൂ. ടെൻഷനുണ്ട്, ഭയങ്കര ടെൻഷനാ. എല്ലാരും ഫുൾ സപ്പോർട്ടില്ലേ? ഇത് ഇഷ്ടം, കപ്പലണ്ടി ഇഷ്ടം. അവരൊക്കെ കുടിച്ചിട്ടിരിക്കും. അവർക്ക് എപ്പോഴും ജ്യൂസ് ഒക്കെ. ഇവനാണോ സ്വന്തസ്ഥലം? സ്വന്തം സ്ഥലം ആന്റിയുടെ ആലപ്പുഴ. ഇവിടെ കൊണ്ടുവന്നു. അല്ല ഇവർക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എപ്പോഴും നാട്ടിൽ പോവും, ഓണമൊക്കെ വരുമ്പോഴും പോവും. ഞാൻ തന്നെ ഇങ്ങനെ TV കണ്ടോണ്ടിരുന്നപ്പോൾ ഇങ്ങനെ എഴുതി കാണിച്ചപ്പോഴത്തേക്കും ഞാൻ തന്നെ അപ്പോഴെ തന്നെ ഞാൻ വിളിച്ചു ഇത് കൺഫേം ആക്കിയിട്ട് ഞാൻ ചേട്ടനെ വിളിച്ചു. അപ്പൊ ചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള. അപ്പൊ എല്ലാ കാര്യത്തിലും എന്നെ സപ്പോർട്ടാണ്. ഇവര് 3 പേരും നല്ല സപ്പോർട്ടാണ്. ഇല്ല, വർക്ക് ചെയ്യുന്നില്ല, ഹൗസ് വൈഫ് തന്നെ. നിങ്ങൾ ഇങ്ങനെ ഒരു സർപ്രൈസ് എപ്പോഴെങ്കിലും എക്സ്പെക്ട് ചെയ്തിരുന്നോ? ഒരിക്കലും ഇല്ല. എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ചോദ്യം ഒരു മിനിറ്റ് തരും, എനിക്ക് ഷഫ്നിക്ക് എന്ത് കൊടുക്കണം എന്ന് ആലോചിക്കാത്തൊക്കെ. ഷഫ്നി അന്നും കൂടി ഞാൻ പറഞ്ഞില്ല, സെലിബ്രിറ്റി ഗസ്റ്റ് വരുന്നു അത്രേ പറഞ്ഞില്ല. 5 മിനിറ്റ് കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കണം, അല്ലെങ്കിൽ ടാസ്ക് ആയിട്ട് മറന്നു. 5 മിനിറ്റ് കഴിഞ്ഞു. ഈ ചേച്ചി കോമഡി ഉണ്ടോ? ഈ ചേച്ചി എന്നെ നോക്കിക്കൊണ്ട് എന്റെ മുഖത്ത് എന്തെങ്കിലും എക്സ്പ്രഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും, ക്യാച്ച് ചെയ്യാൻ. 10 മിനിറ്റ് ഇനി തിരിച്ച് വണ്ടിയിൽ കൊണ്ടായിരുന്നു. ജ്യൂസ് കുടിച്ചില്ലല്ലോ? ഇല്ലല്ലോ. എന്താ ചേച്ചി ചോദിക്കും? ചേച്ചി എന്തൊക്കെ ചോദിക്കും? എനിക്ക് മനസ്സിലാവില്ല. ഗസ്റ്റിന് ഇതിന് ചുറ്റി കഴിക്കാൻ കൊടുത്തിട്ട് അവർ ഹാപ്പി ആയെങ്കിൽ കൊണ്ട് തിരിച്ച് വണ്ടിയിലാക്കുക. വേറെ കഴിക്കാനായിട്ട് എന്താ ഇഷ്ടം? ഒന്നും പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല. നോൺ വെജ് ഇഷ്ടമാണ്. അയ്യോ ഒന്നും ഏതൊക്കെ പുതിയ പ്രോജക്ട്സ് ഒക്കെ ഇപ്പൊ റിലീസ് ചെയ്തു? ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ MA ഫൈനൽ ഇയർ. അപ്പം സ്റ്റഡീസ് മോൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഫിലിം അവന്റെ മകന്റെ അച്ഛന്റെ മകനാ. കഥ പറയുമ്പോൾ അതിനകത്ത് ശ്രീനിവാസുണ്ട് മോളായിട്ട്. അതൊക്കെ നല്ല അഭിനയമായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേറൊരു ഫിലിം ഉണ്ടല്ലോ, +2. എപ്പോഴും TV കാണിച്ചാലും മോനത് എപ്പോഴും അത് കംപ്ലീറ്റ് കാണും.
ഞാൻ കഴിഞ്ഞല്ലേ ഞാൻ എല്ലാത്തിലും കാണുമ്പോ ട്രിവാൻഡ്രത്ത് എവിടെ താമസിക്കുന്നത്? ഇവിടെ പട്ടം പ്ലാമൂട്. പ്ലാമൂടില്. ആരൊക്കെയുണ്ട്? അച്ഛനും അച്ഛനും അമ്മ, ചേച്ചി, ചേച്ചിയുടെ ഒരു വാവ. എനിക്ക് വാവയെ കൊച്ചു കുട്ടികളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ മോനെ അടുത്ത വീട്ടിലെ കുട്ടിയാ. ഇപ്പൊ ഇവിടെ നിന്നില്ല. ആന്റിക്ക് വേറെ എന്താ പരിപാടി? വീട്ടിലിരിക്കുമ്പോ ആന്റി സ്റ്റിച്ച് ചെയ്യും. ആന്റിയുടെ ഡ്രസ്സെല്ലാം ആന്റിയാണ് സ്റ്റിച്ച് ചെയ്യണം. പിന്നെ എന്തെങ്കിലും കുക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ പുതിയത് ട്രൈ ചെയ്യും. പിന്നെ ഗാർഡനിൽ അങ്ങനെയൊക്കെ സമയം തരാം. പിന്നെ വീട്ടിൽ കംപ്ലീറ്റ് ജോലി. എനിക്ക് പ്രത്യേകിച്ച് സർവൻ്റ് ഒന്നുമില്ല. ഞാൻ തന്നെ എല്ലാ ജോലി ചെയ്യണത്. ഞാൻ വെറുതെ ചോദിക്കട്ടെ, കുറച്ചും കൂടി ടൈം കിട്ടിയ ചേച്ചി എന്തൊക്കെ ചെയ്യും ഷഫ്നിക്ക് വേണ്ടിട്ട്? ഒരു ഉച്ച വരെ ടൈം കിട്ടിയിരുന്നെങ്കിൽ ചേച്ചി എന്തൊക്കെ ചെയ്താൽ? ഇപ്പൊ ഞാൻ നല്ല രീതിയിൽ ഫുഡ് കൊടുക്കും. ഒരു ഊണൊക്കെ ഉച്ച ഊണ് കൊടുക്കും. വെറുതെ ചോദിച്ചോ, അതിനൊന്നുള്ള ഭാഗ്യമില്ല ഷഫ്നിക്ക്. ലഞ്ച് നല്ല ഒന്നൊന്നര ലഞ്ച് തരും. എന്തായാലും ടൈമില്ലല്ലോ. ടൈമില്ലാത്തത് ഇപ്പം 8:30 മിനിറ്റ് കഴിഞ്ഞു. ഈ വാവയാണ് ആ ഇരിക്കുന്ന വാവ. വാവയുടെ പേര് നന്ദു. കാര്യം കുഞ്ഞിന് തൊട്ടടുത്ത വീട്ടിലാണ് ഈ കുട്ടി. അപ്പം നൂലുകെട്ടിന് മുന്നേ ഒക്കെ ആരും നമുക്ക് കൊച്ചിനെ തരില്ലല്ലോ. പക്ഷെ നൂലുകെട്ടിന് മുന്നേ വരെ ഞാൻ ഈ മോനെ ഇവിടെ കൊണ്ടുവരും. അപ്പോൾ തൊട്ട് ഈ മോനെ ഇവിടെ നിന്ന് എപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ. ഓക്കെ, നമുക്കിനി പതുക്കിനായി കുത്താക്കാം. കാരണം 9 മിനിറ്റ്സ് കഴിഞ്ഞു. വളരെ സന്തോഷം. താങ്ക് യു. നന്നായി ചെയ്യപ്പോ പ്രോഗ്രാം. പ്രാർത്ഥിക്കണേ. തീർച്ചയായും പ്രാർത്ഥിക്കാം. ബൈ. താങ്ക് യു ഷഫ്ന. ടാറ്റാ. യെസ്, വന്നോളൂ. 9 minutes 44 seconds ഇതായിരിക്കും. കുറെ പേര് വന്നിട്ടുള്ള ചേച്ചിനെ കാണാനുണ്ട്. 9 minutes 44 secondsലാണ് ചേച്ചി വെൽക്കം ഹോം എന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത്. എന്താണ് ഒരു വെപ്രാളം മൊത്തത്തില്. പെട്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഈ റൗണ്ട് ഞാൻ എല്ലാവർക്കും പറയാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്രതീക്ഷിക്കാത്ത ഒരു എല്ലാവരുടെയും മുഖത്ത് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു മ്ലാനത കാണാൻ ഭയങ്കര രസമാണ്. എല്ലാവരും നല്ലോണം പെർഫോം ചെയ്തു ചേച്ചി. ചേച്ചിക്ക് പ്രതീക്ഷയായിരുന്നു സെലിബ്രിറ്റി ഗസ്റ്റ് എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. ഇങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. ഇങ്ങനെയുള്ള സർപ്രൈസസ് എല്ലാം നമ്മുടെ ഗൃഹലക്ഷ്മി പ്രതീക്ഷിക്കാൻ ഞാൻ. പക്ഷേ വേറെ ഒന്നിലും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. അതാണ് നമ്മുടെ ഡിഫറൻസ്. വളരെ അതിശയിച്ചു കേട്ടാ. എനിക്ക് ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ്. ഭയങ്കര സന്തോഷമുണ്ട്. ചേച്ചി ഹാപ്പിയായി. കുട്ടി ഹാപ്പിയായി എന്നാണ് തോന്നുന്നത്. കുട്ടി ഹാപ്പിയായോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ, എനിവേസ് നമുക്ക് ഇനി ബാക്കി ജഡ്ജസിന്റെ കേൾക്കാം അല്ലേ? ഫ്ലോറിൽ ജഡ്ജസിന്റെ കമന്റ്സിലേക്ക് പോകാം.